നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നേതൃത്വത്തിനും ഘടകകക്ഷികൾക്കുമെതിരെ CPIM സംസ്ഥാന കമ്മിറ്റിയിൽ അതിരൂക്ഷ വിമർശനം. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയം സംസ്ഥാനത്തെ ഒട്ടാകെ പ്രതികൂലമായി ബാധിച്ചു. MP ഗോവിന്ദന്റെ ശൈലിക്കെതിരെയും തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന വിജയരാഘവന് നേരെയും വിമർശനമുണ്ടായി. PM ശ്രീയിലെ CPI നിലപാടും കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റ ചർച്ചകളും വോട്ടർമാരെ അകറ്റിയെന്നും വിമർശനമുയർന്നു. റഹീസ് റഷീദ് വിവരങ്ങൾ നൽകും. റഹീസ്, ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി, മുന്നണിക്കാകെ വെറും 35 സീറ്റ്, CPM-ന് 26, CPI-ക്ക് വെറും 8 സീറ്റ്, കേരള കോൺഗ്രസ് സംപൂജ്യം, RJD-ക്ക് ഒറ്റ സീറ്റ്. അപ്പോൾ ആകപ്പാടെ തകർന്ന് ശിഥിലമായി പോയി. ഒരു തിരിച്ചുവരവിന് കടുത്ത വിമർശനം, അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തന്നെ തിരുത്തി തന്നെ മുന്നോട്ട് പോകണമെന്നുള്ളൊരു തിരിച്ചറിവ് ഇന്നത്തെ യോഗത്തിലുണ്ടായോ? തെരഞ്ഞെടുപ്പിലേറ്റ വലിയ പരാജയത്തിന് ശേഷം ചേർന്ന ആദ്യ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കുറ്റപ്പെടുത്തി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ സംസാരിച്ചു. തളിപ്പറമ്പിൽ MV ഗോവിന്ദൻ മാറിയപ്പോൾ പകരക്കാരിയായി ഭാര്യ PK ശ്യാമളയെ മത്സരിപ്പിച്ചത് തിരിച്ചടിയായി. അത് തളിപ്പറമ്പിൽ തോൽക്കാൻ മാത്രമല്ല അത് കാരണമായത്, പകരം കേരളത്തിൽ എമ്പാടും ആ ഒരു പ്രചരണം, ഭർത്താവ് കഴിഞ്ഞാൽ ഭാര്യ എന്ന പ്രചരണം തിരിച്ചടിയായി എന്ന തരത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ സംസാരിച്ചു. ഒപ്പം തിരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന പോളിറ്റ് ബ്യൂറോ അംഗമായ വിജയരാഘവൻ കൃത്യമായ കോർഡിനേഷൻ നടത്തിയില്ല എന്ന വിമർശനവും യോഗത്തിൽ ഉണ്ടായി. സംഘടനാ വീഴ്ചകളാണ് ഇത്ര വലിയ തോൽവിക്ക് കാരണമെന്ന പൊതു സംസാരമാണ്, പൊതു ചർച്ചയാണ് ഉണ്ടായത്. അതിന് കാരണമായി പറഞ്ഞത് മുകൾ തട്ടിൽ മുതൽ താഴെത്തട്ടിൽ വരെ സംഘടനാപരമായ വീഴ്ചകൾ ഉണ്ടായി എന്ന് പറയുന്നു. ഒപ്പം CPI-ക്കെതിരെയും കേരള കോൺഗ്രസ് എമ്മിനെതിരെയും വിമർശനങ്ങളുണ്ടായി. തിരഞ്ഞെടുപ്പ് വിശകലനം ചെയ്തപ്പോൾ CPM-ഉം അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമൊക്കെയാണ് തോൽവിക്ക് കാരണമെന്ന വിലയിരുത്തൽ ആ പാർട്ടികൾ നടത്തിയ പശ്ചാത്തലത്തിലാണ് അവർക്കെതിരെയുള്ള വിമർശനം. ശരി റഹീസ്.